നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാൻ നിന്നത് പ്രധാന വാർത്തകൾ. സിറ്റി വിഷൻ ബ്രേക്കിംഗ്. ചിന്നക്കനാലിൽ നിർധനരായ തൊഴിലാളികൾക്കുള്ള ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീടുകളുടെ നിർമ്മാണം നിലച്ചു. റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന തീരുമാനമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം. പീരുമേട് ഹെലിബറിയ തേയിലത്തോട്ടം അടച്ചുപൂട്ടിയ ഉടമയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ. തോട്ടം ഉടമകളുടെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും നേതാക്കൾ. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും ചന്ദനമരം മുറിച്ചു കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ഒരാൾ രക്ഷപ്പെട്ടു. അമരാവതി ഡാമിൽ ചാടിയ പ്രതിയെ പിടികൂടിയത് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ. സേനാപതി സ്വർഗംമേട്ടിലെ കയ്യേറ്റ പരാതിയിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയ റവന്യൂ വകുപ്പ്. മന്ത്രിക്ക് പരിസ്ഥിതി പ്രവർത്തകനായ കെ ഗുൽബേന്ദ്രൻ നൽകിയ പരാതിയിലാണ് മന്ത്രിയുടെ ഇടപെടൽ. അന്വേഷണം അട്ടിമറിക്കാൻ നീക്കമെന്നും ആരോപണം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സിറ്റി വിഷന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ആദ്യം, ചിന്നക്കനാലിൽ നിർധന തൊഴിലാളികൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീടുകളുടെ നിർമ്മാണം നിലച്ചു. ഉണ്ടായിരുന്ന വീട് പൊളിച്ചു നീക്കിയതോടെ കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നത് ചോർന്നൊലിക്കുന്ന പ്ലാസ്റ്റിക് ഷെഡുകളിൽ. പട്ടയമില്ലാത്ത ഭൂമിയിൽ വീട് വയ്ക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന നിലപാട് സ്വീകരിച്ചതോടെയാണ് വീട് നിർമ്മാണങ്ങൾ നിലച്ചത്. അധികൃതരുടെ കനിവും കാത്തു കിടക്കുന്നത് നിരവധി കുടുംബങ്ങൾ. ഇത് ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗകണ്ടത്തുള്ള വൃദ്ധ ദമ്പതിമാരായ സെൽവറാണിയുടെയും പാണ്ഡിയുടെയും വീട്. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന കൊച്ചുകൂരയിൽ കിടക്കുന്ന ഇവർക്ക് സർക്കാർ പദ്ധതിയിൽ വീട് ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയായിരുന്നു. പഞ്ചായത്ത് തുക അനുവദിച്ചതോടെ പഴയ വീട് പൊളിച്ച് സമീപത്തായി കൊച്ചു ഷെഡ് നിർമ്മിച്ച് താമസം ഇതിലേക്ക് മാറ്റി. വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് പിന്നാലെയാണ് പഞ്ചായത്തിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടായതും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതും. ഇതോടെ വീടുകളുടെ നിർമ്മാണത്തിന് താലൂക്കിൽ നിന്നുള്ള NOC വേണമെന്നായി. ഇതോടെ കൈവശ ഭൂമിയിലെ ഇവരുടെ വീട് നിർമ്മാണവും നിലച്ചു. നിലവിൽ ശക്തമായ മഴയിൽ ചോർന്നൊലിക്കുന്ന ഈ ഷെഡിൽ ദുരിതമനുഭവിക്കുകയാണ് വൃദ്ധ ദമ്പതികൾ. വീടൊക്കെ മൊത്തം അത് മണ്ണ് കെട്ട വെച്ച് പണിത വീടാ. പണ്ട് 10-30 ദിവസത്തിന് മുന്നുള്ള വീടാ. അപ്പൊ അത് പണിതുണ്ട്. മൊത്തം വീട്ടിലാണെങ്കിൽ പുറത്ത് എങ്ങനെ കിടക്കുന്നു അതുപോലെ അകത്ത് കിടന്ന. അപ്പൊ ഒരു ലോൺ തരാന്ന് പറഞ്ഞ് കൊല്ല വീടും പൊളിച്ച് കളഞ്ഞു മൊത്തം. ഇപ്പൊ ഈ ഷെഡ് വെച്ചാൽ താമസിക്കുന്നത് ഞങ്ങള്. അതിപ്പോ ലോൺ തരികയല്ലെന്നാ പറയണേ. അത് നെടുകളത്തിന്ന് പൊസിഷൻ മേടിച്ചാലേ കിട്ടുള്ളൂ എന്ന് അവര്. ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ പോയായിരുന്നു. പോയപ്പോ പറഞ്ഞു അത് നിങ്ങൾക്ക് പൊസിഷൻ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. ഭർത്താവ് പാണ്ഡിക്ക് കണ്ണിന് കാഴ്ച പരിമിതിയുമുണ്ട്. സമീപത്തെ ഏലത്തോട്ടങ്ങളിലും മറ്റും ജോലി ചെയ്താണ് നിത്യവൃത്തി കഴിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തമായി വീട് പണി പൂർത്തീകരിക്കുവാനും കഴിയില്ല. ഒന്നാമത് കെട്ടിയവന് കാഴ്ചയില്ലാത്ത ആളാ. ഈ കാഴ്ചയില്ലാത്ത ആളുകൊണ്ട് ഈ കാറ്റും മഴയത്ത് കിടന്നിട്ട് ഒരു ദിവസം കാറ്റ് പൊക്കി ഒരു രാത്രി 1 മണിയായപ്പോൾ അന്ന് കറണ്ടും ഇല്ലായിരുന്നു. അന്ന് ഞാൻ പെട്ട അവസ്ഥ എനിക്ക് അറിയത്തുള്ളൂ, എനിക്ക് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക. വർഷമായി സ്ഥിരതാമസക്കാരായ കുടുംബങ്ങൾക്ക് സർക്കാർ പദ്ധതിയിൽ വീട് വയ്ക്കുന്ന സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ചിന്നക്കനാലിലെ കൈവശ ഭൂമിയിൽ കിടക്കുന്ന ഇവർക്ക് ഈ ആനുകൂല്യവും ലഭിക്കുന്നില്ല. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിന്നക്കനാലിലെ നിരവധി കുടുംബങ്ങൾ. സിറ്റി വിഷൻ ചിന്നക്കനാൽ. പട്ടയ ഭൂപ്രശ്നങ്ങൾ നിരവധിയായി നിൽക്കുന്ന ചിന്നക്കനാലിൽ വൻകിട നിർമ്മാണങ്ങൾക്ക് യാതൊരു നിയന്ത്രണമില്ലാതെ തുടരുന്നു എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സിറ്റി വിഷനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. 17 വർഷം സ്ഥിരതാമസക്കാരായ കുടുംബങ്ങളെ തിരഞ്ഞെടുത്താണ് ഒരു വാർഡിൽ 5 വീടെന്ന കണക്കിൽ അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വിഷയം പരിഹരിക്കുന്നത് നിരവധി തവണ ജില്ലാ കളക്ടറെ സമീപിച്ചെന്നും ചിന്നക്കനാൽ വൻകിട നിർമ്മാണങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നടക്കുകയുമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ ആരോപിക്കുകയാണ്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീകുമാർ ആവശ്യപ്പെട്ടു. പ്രതികരണം കേൾക്കാം. ലൈഫ് വീടിൻ്റെ ഒരു കേസാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇവിടെ 17 വർഷമായി സ്ഥിരതാമസമുള്ളവർക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ഒരു വാർഡിൽ 5 വീടുകൾ വെച്ച് കൊടുക്കുകയും ആ വീടിന് NOC ഇല്ലാതെ പണികൾ നിർത്തിവെക്കാനായിട്ട് താലൂക്കിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയും ചെയ്യുന്നു. ലൈഫ് വീടിൻ്റെ വിഷയത്തിലാണ് ഇവർ NOC തരാൻ മടി കാണിക്കുന്നത്. നിരവധി പ്രാവശ്യം റവന്യൂ മിനിസ്റ്റർ, ജില്ലാ കളക്ടർ, താലൂക്ക്, വില്ലേജ് ഓഫീസുകളെല്ലാം നിരന്തരം കയറി ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ സാധിക്കുന്നില്ല.
മറ്റു വാർത്തയിലേക്ക് വന്നാൽ പീരുമേട് ഹെലിബെറിയ തേയിലത്തോട്ടം അടച്ചുപൂട്ടിയ ഉടമയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്ത്. തോട്ടം ഉടമകളുടെ കെടുകാര്യസ്ഥതയും അത്യാഗ്രഹവുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഇതിന് തൊഴിലാളികളെ ഇരയാക്കരുതെന്നും ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പീരുമേട് ഹെലിബെറിയ തോട്ടത്തിന്റെ ഹെലിബെറിയ, വള്ളക്കടവ്, ചിന്നാർ, ചെമ്മണ്ണ് തോട്ടങ്ങൾ അടച്ചതായി തോട്ടമുടമകൾ നോട്ടീസ് നൽകിയത്. തൊഴിലാളികൾക്ക് 3 മാസമായി മാനേജ്മെന്റ് ശമ്പളം നൽകിയിട്ടില്ല. PF തുക 58 മാസമായി കുടിശ്ശികയാണ്. തൊഴിലാളികൾക്ക് PF കുടിശ്ശിക നൽകുവാനെന്ന പേരിൽ തോട്ടഭൂമി ഉടമകൾ വ്യാപകമായി വിൽക്കുകയും ചെയ്തു. ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇതേ തുടർന്നാണ് തോട്ടം തുറക്കണമെന്നും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചത്. തൊഴിലാളികളെ ദ്രോഹിച്ച് തോട്ടമടച്ചാൽ പീരുമേട് ടീ കമ്പനിയുടെ അവസ്ഥ ഹെലിബെറിയ മാനേജ്മെന്റിനും ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കൊച്ചി ഓപ്ഷനിൽ ചിന്നാർ ടീക്ക് നല്ല വിലയുണ്ടായിരുന്നതാണ്. ആ ചിന്നാർ ടീക്കകത്തേക്ക് മോശം തേയില ബ്ലെൻഡ് ചെയ്ത് ചാക്കിലാക്കി അവിടെ കൊണ്ടുപോയി ഓപ്ഷന് വെച്ച് വിറ്റു. അതും നേരത്തെ ചിന്നാർ തേയിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ വിലയ്ക്ക് തന്നെ അത് വിറ്റുപോയി. പക്ഷേ എടുത്ത ആളുകളും ടീ ബോർഡും പരിശോധിച്ചപ്പോൾ ഇത് മായം കലർന്ന തേയിലയാണ്, ബ്ലെൻഡ് ചെയ്തതാണ് എന്ന് കണ്ടെത്തുകയും ഈ ഹെലിബെറിയ ടീ കമ്പനിയെ കരിമ്പട്ടികപ്പെടുത്തുകയും ചെയ്തു. അതോടുകൂടി ഇവരുടെ തേയില ഓപ്ഷനിൽ വിറ്റുപോകാതെയായി. തോട്ടം പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സംയുക്ത തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, പീരുമേട്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും ചന്ദനമരം മുറിച്ചു കടത്തുവാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിലായി. സംഭവത്തിൽ ഉൾപ്പെട്ട ഒരാൾ രക്ഷപ്പെട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതികൾ അമരാവതി ഡാമിൽ ചാടുകയായിരുന്നു. ഡാമിൽ നിന്നുമാണ് ഒരാളെ പിടികൂടിയത്. മറ്റൊരാൾ ഡാം നീന്തി രക്ഷപ്പെട്ടു. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും ചന്ദനമരം മുറിച്ച് കടത്താൻ ശ്രമിക്കുന്നതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽപ്പെട്ട പ്രതികൾ അമരാവതി ഡാമിൽ ചാടുകയായിരുന്നു. ഡാമിൽ ചാടിയ ഒരാൾ വനംവകുപ്പിന്റെ പിടിയിലായി. സേലം കരുമുന്തരി സ്വദേശി അറുമുഖനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം കരിമുട്ടിയിൽ നിന്നും ചന്ദനമരം മുറിച്ചിരുന്നു. മരം താഴെ വീണ് കിടക്കുന്ന വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിഞ്ഞു. തുടർന്ന് പ്രതികളെ പിടികൂടുവാൻ തിരച്ചിൽ ആരംഭിച്ചു. ഇതിനിടയിൽ വെട്ടിയ ചന്ദനമരം മുറിച്ചു കടത്തുവാനുള്ള നീക്കവുമായി 2ാം ദിവസം പ്രതികൾ എത്തിയതായാണ് വിവരം. ഇവർ പ്രദേശത്ത് നിരീക്ഷണം നടത്തിയിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പെട്ടു. ഇവരുടെ പക്കൽ നിന്നും വാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടികൂടി. ഇതിനിടയിൽ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ തമിഴ്നാട് അതിർത്തി കടന്ന അമരാവതി ഡാമിന്റെ പൊങ്ങോനോ പാലത്തിൽ നിന്നും ഡാമിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമം നടത്തി. തുടർന്ന് തമിഴ്നാട് വനംവകുപ്പിന്റെ കൂടി സഹായത്തോടെ പ്രതികൾക്കായി തിരച്ചിൽ ആരംഭിച്ചു. ഉദുമൽപേട്ടയിൽ നിന്നും അഗ്നിരക്ഷാസേനയും എത്തി. തിരച്ചിലിനൊടുവിൽ ഒരാളെ ഡാമിൽ നിന്നും പിടികൂടി. ഒപ്പമുണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെട്ടു. പിടികൂടിയ പ്രതിയെ കരിമുട്ടി സ്റ്റേഷനിൽ എത്തിച്ചു. പ്രതിയെ പിന്നീട് ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചിന്നാർ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ജി അജികുമാർ, SFO AV വിനോദ, BFOമാരായ മനോജ് ജി, വിഷ്ണു KS, വാച്ചർമാരായ ചിന്നപ്പൻ, അശോകൻ, രാമസ്വാമി എന്നിവരടങ്ങുന്ന സംഘവും തമിഴ്നാട്ടിലെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, മറയൂർ. സേനാപതി സ്വർഗംമേട്ടിലെ കയ്യേറ്റ പരാതിയിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പ്. മന്ത്രിക്ക് പരിസ്ഥിതി പ്രവർത്തകനായ K. ബുൾബേന്ദ്രൻ നൽകിയ പരാതിയിലാണ് മന്ത്രിയുടെ ഇടപെടൽ. അതേസമയം മന്ത്രി അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടും ഉദ്യോഗസ്ഥർ വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്ന് K. ബുൾബേന്ദ്രൻ ആരോപിച്ചു. റവന്യൂ പുറമ്പോക്ക് ഏറെയുള്ള കാന്തിപ്പാറ വില്ലേജിലെ സ്വർഗംമേട് മലമുകളിൽ വ്യാപകമായി കയ്യേറ്റം നടത്തുന്നതായി ആരോപണം ഉന്നയിച്ച പരാതിയുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. മുമ്പ് വ്യാപകമായി കയ്യേറ്റം നടത്തിയ ചൊക്രമുടി മലനിരകൾക്ക് സമാനമായ രീതിയിലുള്ള ഏറെ പരിസ്ഥിതി പ്രാധാന്യമേറിയ സ്വർഗംമേട് മലമുകളിൽ പുൽമേടുകൾ വ്യാപകമായി നശിപ്പിക്കുകയും കുന്നിടിച്ചു നിരത്തി നിർമ്മാണം നടത്തിയും പ്ലോട്ട് തിരിച്ചും കയ്യേറ്റം നടത്തിയതായാണ് പരാതി. K. ബുൾബേന്ദ്രൻ റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് റവന്യൂ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുവിധമായ ഇടപെടലും നടക്കുന്നില്ലെന്നാണ് K. ബുൾബേന്ദ്രന്റെ ആരോപണം. വ്യാപകമായ കയ്യേറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർക്കും കളക്ടർക്കും അതുപോലെ ഉടുമ്പൻചോല തഹസീൽദാർക്കും ഞങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ടും പരാതിയും കൊടുത്തു. തുടർന്ന് റവന്യൂ മിനിസ്റ്റർ ഇപ്പോൾ കളക്ടറോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് ഫയൽ നമ്പർ ഇട്ട് അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. മാസങ്ങളായിട്ടും കാന്തിപ്പാറ വില്ലേജ് ഓഫീസർ ഇതുവരെ കയ്യേറ്റക്കാർക്കെതിരെ ഒരു നടപടി എടുക്കുകയോ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അവരിത് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന മലമുകളിലെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടാണ് റിസോർട്ട് ഭൂമാഫിയ ഇവിടെ കടന്നുകയറ്റം നടത്തുന്നതെന്നും
ഇത് തടയുന്നതിന് ശക്തമായ നിയമ നടപടിയുമായി മുമ്പോട്ടു പോകുമെന്നും ഗ്രീൻ കെയർ കേരള വ്യക്തമാക്കി. സിറ്റി വിഷൻ സേനാപതി. ഉടുമ്പൻചോലയിലെ ഇരട്ട വോട്ട് ആരോപണത്തിൽ പ്രതികരണവുമായി എം.എം. മണി MLA. കോൺഗ്രസ് ആരോപണം തോറ്റു കഴിയുമ്പോൾ പറയുന്ന വിവരക്കേടാണ്. തമിഴ്നാട്ടിൽ വോട്ടുള്ളവരാണെങ്കിൽ അത് നിയമപരമായി തെളിയിക്കണം. ദയനീയമായി പരാജയപ്പെട്ട് കഴിയുമ്പോൾ പറയുന്നതാണെന്നും ഇതൊന്നും ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ലെന്നും എം.എം. മണി പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ തോറ്റ് കഴിയുമ്പോൾ എന്തായാലും വിവരക്കേട് പറയുന്നവരുടെ കാര്യം ലിസ്റ്റ് പേരുള്ള തമിഴ്നാട്ടിൽ വോട്ടുള്ളവരാണെങ്കിൽ തെളിയിച്ചാൽ പിന്നെ നിയമപരമായ കാര്യങ്ങളുണ്ടല്ലോ. അതൊന്നും ഇല്ലാതെ തോറ്റ് കഴിയുമ്പോൾ ദയനീയമായി തോറ്റു 40,000 വോട്ടുകളുടെ തോറ്റ് കഴിയുമ്പോൾ മണാകൂടാന്നൊരു പേര് പറഞ്ഞതും പറയുന്നത് മര്യാദയാണ്. ആണുങ്ങൾക്ക് പറ്റുന്ന പണിയല്ല, അത് അവന്മാർക്ക് വേണ്ടിയിട്ടല്ലോ. മൂന്നാറിന്റെ മനസ്സ് മണ്ണും കീഴടക്കിയാണ് ദേവികുളം സബ് കളക്ടറായിരുന്ന VM ജയകൃഷ്ണൻ പുതിയ ജോലി തിരക്കുകളിലേക്ക് പോകുന്നത്. മൂന്നാറിനോട് താൽക്കാലികമായി വിട പറയുന്നതിന് മുമ്പ് 2 പേരെ തേടി സബ് കളക്ടറുടെ സമ്മാനവും എത്തി. തോട്ടം തൊഴിലാളിയായ ജാനകിയെയും UKG-കാരൻ ബിയാസുവുമായിരുന്നു സബ് കളക്ടറുടെ സമ്മാനത്തിന് അർഹരായ 2 പേർ. ഇതിനുള്ള കാരണം എന്തെന്നല്ലേ കണ്ടുനോക്കാം. തോട്ടം തൊഴിലാളിയായ ജാനകിയും UKG-കാരൻ ബിയാസും അപ്രതീക്ഷിതമായി കിട്ടിയ സമ്മാനത്തിന്റെ സന്തോഷത്തിലാണ്. തേയിലച്ചെരുവിൽ കൊളുന്തു നുള്ളാൻ പോകുന്ന ജാനകിയുടെ തന്നെ ചിത്രമാണ് ജാനകിക്കുള്ള സബ് കളക്ടറുടെ സമ്മാനമായി എത്തിയത്. ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്ന ജയകൃഷ്ണൻ IAS താൻ ഒരിക്കൽ പകർത്തിയ ഹെലികാം ചിത്രത്തിലെ നായികയെ കണ്ടെത്തി ചിത്രം സമ്മാനിക്കുകയായിരുന്നു. 2023 പരിശീലന കാലയളവിൽ മൂന്നാർ എത്തിയപ്പോഴായിരുന്നു ഇദ്ദേഹം ജാനകിയുടെ ചിത്രം പകർത്തിയത്. പിന്നീട് സബ് കളക്ടറായി ദേവികുളത്ത് ചുമതലയേറ്റു. നിലവിൽ സപ്ലൈകോ MD ആയി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തോട്ടം തൊഴിലാളിയായ ജാനകിയെ കണ്ടെത്തി ഫ്രെയിം ചെയ്ത് ചിത്രം സമ്മാനിച്ചു. ഇതിക്കിടയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് പകർത്താൻ സാധിച്ചത്. അപ്പോൾ അത് ഞാനിവിടെ അതിനുശേഷമാണ് ഇവിടെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്തത്. അന്ന് എനിക്കൊന്ന് ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞു, ഇങ്ങനൊരു പടം ഞാൻ എടുത്തിട്ടുണ്ട്, ആ പടത്തിലുള്ള ആളെ ഒന്ന് കണ്ടെത്തി തരണം എന്നുള്ളത്. ആദ്യം ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ ഇടയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ആരാ എന്താ എവിടെ എന്നുള്ളതൊന്നും മനസ്സിലായില്ല. പക്ഷെ അപ്പോൾ ഞാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാഫ് തന്നെ UKG-കാരനായ ബിയാസ് തന്റെ കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ സബ് കളക്ടറെ തേടിയെത്തിയിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കുടുക്ക സബ് കളക്ടർക്ക് കൈമാറി പാവപ്പെട്ടവരെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. കൊച്ചുമിടുക്കിന് സമൂഹത്തോടുള്ള കരുതൽ സമ്മാനമാണ് സൈക്കിളുമായി സബ് കളക്ടർ ബിയാസിനെ തേടിയെത്തിയത്. കൃത്യനിർവഹണത്തിനൊപ്പം ഇത്തരത്തിൽ മൂന്നാറുകാരുടെ മനസ്സുകൂടി കീഴടക്കിയാണ് ദേവികുളം സബ് കളക്ടറായിരുന്ന ജയകൃഷ്ണൻ IAS മൂന്നാറിൽ നിന്നും മടങ്ങിയത്. സിറ്റി വിഷൻ മൂന്നാർ. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നെടുങ്കണ്ടം കട്ടാക്കാല റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. 4.5 കിലോമീറ്റർ റോഡിനായി 5,05,00,000 രൂപ അനുവദിക്കുകയും 2023 ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഉണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചതോടെ നാട്ടുകാർക്ക് ഇതുവഴി കാൽനടയായി പോലും കടന്നുപോകാൻ കഴിയാത്ത ദുരവസ്ഥയാണ്. പതിനൊന്ന് മാസം കൊണ്ട് മികച്ച നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുമെന്നായിരുന്നു കരാർ. എന്നാൽ ഏതാനും ഭാഗത്ത് മണ്ണ് ജോലികൾ ചെയ്തതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. കരാർ കമ്പനിയെ നിരന്തരം ബന്ധപ്പെട്ടിട്ട് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 19 മാസക്കാലമായിട്ട് കേവലം 3-4 പണിക്കാരെ വെച്ചിട്ട് 5,05,00,000 രൂപ അനുവദിച്ച ഈ റോഡിന്റെ പ്രവർത്തികൾ വളരെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു രീതിയിലാണ്. 11 മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ ഈ റോഡ് ആ 11 മാസത്തിന് ശേഷം വീണ്ടും ഈ കോൺട്രാക്ടർക്ക് കാലാവധി നീട്ടിക്കൊടുക്കുകയും അതിനുശേഷം ആ കാലാവധിയും പൂർത്തിയാക്കാതെ വന്ന സമയത്ത് ഇപ്പോൾ വീണ്ടും 2 മാസത്തെ കാലാവധി കൂടി വീണ്ടും പൂർത്തിയാക്കാനായിട്ട് സമയം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നെടുങ്കണ്ടത്തിന്റെ കുടിയേറ്റ കാലത്ത് ആരംഭിച്ച അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ റോഡിന്റെ നിർമ്മാണം കരാറുകാരന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലമാണ് കുണ്ടും കുഴിയുമായി കാൽനട പോലും ദുഷ്കരമായ രീതിയിൽ കിടക്കുന്നത്. വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് BJP നേതാക്കളും വ്യക്തമാക്കി. അടിയന്തരമായി ഈ റോഡിന്റെ പണികൾ പുനരാരംഭിച്ച് ഏറ്റവും വേഗം പൂർത്തിയാക്കുന്നില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മിറ്റിയും ഉടുമ്പൻചോലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിശക്തമായ സമരങ്ങൾ, റോഡ് ഉപരോധമുള്ള ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുക.
മണ്ഡലം പ്രസിഡന്റ് അനീഷ് കെ പി, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു കോട്ടയിൽ, ബിനു അമ്പാടി, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് ജോസഫ, ജനറൽ സെക്രട്ടറി സജി അയ്യപ്പാസ, സനീഷ് കുമ്പിക്കൽ, ബിജു തെങ്ങനായിൽ, ദിലീപ് സെൽവരാജ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി 10 ലക്ഷം രൂപ സർവശിക്ഷ കേരള ഫണ്ട് മുടക്കി നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെയും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 22 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച അങ്കണ നവീകരണത്തിന്റെയും ഉദ്ഘാടനവും സ്കൂളിലെ വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു. വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് പുതിയ PTA ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ വർണ്ണകൂടാരത്തിന്റെയും അങ്കണ നവീകരണത്തിന്റെയും ഉദ്ഘാടനവും അകം കളിയിടത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ്, പുറം കളിയിടത്തിന്റെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് എന്നിവർ നിർവഹിച്ചു. ഇടുക്കി SSKയുടെ DPC AM ഷാജഹാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് NR സുഭാഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ U പ്രിയ സ്വാഗതവും ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് VK ആറ്റ്ലി നന്ദിയും അർപ്പിച്ചു. കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട്, റോയി പാലക്കാട്ട്, ഷിജി ജെയിംസ്, അജി കാട്ടുമന, അനീഷ് മാത്യു, ഫിലോമിന സ്കറിയ, AM ലൈല, സിജി തോമസ് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങി വരാം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോൺ. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വിടുതല ചിറുതേ കക്ഷി. തോട്ടമേഖലയിൽ പരമാവധി വാർഡുകളിൽ മത്സരിക്കുമെന്ന വിടുതല ചിറുതേ കക്ഷി ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചു. തമിഴ്, ദളിത് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച കേരള പിറവി ദിനം കരിദിനമായി ആചരിക്കുമെന്നും ഭാരവാഹികൾ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തമിഴ് വംശജരായ വോട്ടർമാർ അധികമുള്ള ദേവികുളം, പീരിമേട്, ഉടുമ്പൻചോല താലൂക്കുകളിലെ വിവിധ തദ്ദേശ വാർഡുകളിൽ മത്സരിക്കാനാണ് വിടുതല ചിറുതേ കക്ഷിയുടെ തീരുമാനം.
പട്ടികജാതി പട്ടികവർഗ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളോട് സഹകരിക്കുമെന്നും പാർട്ടി സംസ്ഥാന നേതൃത്വം മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ വിടുതല ചിരുത്ത കക്ഷി ഇന്ത്യയിൽ തന്നെ ഇവിടുത്തെ അടിസ്ഥാന വിഭാഗത്തിന്റെ പ്രാതിനിധ്യം പേറുന്ന ഏക കക്ഷിയാണ്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ തന്നെയാണെങ്കിലും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നമ്മൾ ഒത്തിരി ലോക്കൽ ബോഡികളിൽ നമ്മുടെ പ്രതിനിധികളുണ്ട്. ഒപ്പം തന്നെ നമുക്ക് നിയമസഭകളിൽ പ്രാതിനിധ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാർലമെന്റിൽ 2 MP ഉണ്ട്. നമ്മൾ ചിഹ്നമുള്ള അംഗീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രബല മുന്നണികളിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന, നമുക്കറിയാം കേരളം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയോ ഒരു ചീഫ് ജസ്റ്റിസോ അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത സർക്കാർ എക്സിക്യൂട്ടീവ് സംവിധാനത്തിൻ്റെ തലപ്പത്തോ ഒരിക്കൽ പോലും അടിസ്ഥാന വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി വന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന മുന്നണി ഏതാണോ ആ മുന്നണിയുടെ ഒപ്പം നിൽക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറാത്ത സാഹചര്യമാകുമ്പോൾ നമ്മളീ പറയുന്ന 51 ഗ്രാമപഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളുമാണ് ഇടുക്കി ജില്ലയിലുള്ളത്. കട്ടപ്പന, തൊടുപുഴ മുനിസിപ്പാലിറ്റിയും ഇവിടെ നമുക്ക് സാധ്യമാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ മത്സരിക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഉടൻ നൽകുവാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളപ്പിറവി ദിനം കരിദിനമായി ആചരിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മൂന്നാറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വിടുതല ചിരുത്തൈ കക്ഷി സംസ്ഥാന ഓർഗനൈസർ ഇളം ചെഗുവാര, നേതാക്കളായ S. ജയപാൽ, മുല്ലൈ മുരുകൻ, M. സന്തോഷ്, വണ്ടിപ്പെരിയാർ ബാല തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ജില്ലയിലാകെ വ്യാപകമായിട്ടുള്ള BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിവരികയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് BJP ഉടുമ്പൻചോലയിൽ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ശാന്തൻപാറ, രാജാക്കാട്, ഉടുമ്പൻചോല, നെടുങ്കണ്ടം, കൂട്ടാർ, പാമ്പാടുംപാറ തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. BJP ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ അരങ്ങേറിയത്. നെടുങ്കണ്ടത്ത് നടന്ന പ്രതിഷേധ പ്രകടനം BJP ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കരുവക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും BJP ഈ കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് തെളിയിക്കുവാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള കിരാതമായ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ട് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം സംഘടിപ്പിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരും തയ്യാറാവണം, കോൺഗ്രസുകാരും തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് അനീഷ് KP, മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ അമ്പാടി, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു കോട്ടയിൽ, ബിനു അമ്പാടി, ജോസ് ജോസഫ്, സജി അയ്യപ്പാസ്, അഡ്വക്കേറ്റ് KP രാധാകൃഷ്ണൻ, ശരത് ചെമ്പകശ്ശേരിയിൽ, ബിനോയ് ആനിക്കാട്ട്, MS അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ CPIM പ്രവർത്തകർ അക്രമം നടത്തിയെന്ന് ആരോപിച്ച അടിമാലിയിൽ BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. BJP അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. BJP കോട്ടയം മേഖലാ ജനറൽ സെക്രട്ടറി VN സുരേഷ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ CPIM പ്രവർത്തകർ അക്രമം നടത്തിയെന്ന് ആരോപിച്ചും സുരേഷ് ഗോപിക്കും BJPക്കുമെതിരെ CPMഉം കോൺഗ്രസും കുപ്രചാരണം നടത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു അടിമാലിയിലും BJP പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിഷയത്തിൽ BJP സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു BJP അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. BJP കോട്ടയം മേഖലാ ജനറൽ സെക്രട്ടറി VN സുരേഷ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MPയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഈ കേരള നാട് ഭരിക്കുന്ന CPMന്റെ നേതൃത്വത്തിൽ ഇന്നലെ വലിയൊരു അതിക്രമം നടക്കുകയുണ്ടായി. അതിനെതിരെ പ്രകടനം നടത്തിയ തൃശ്ശൂർ സിറ്റി ജില്ലാ അധ്യക്ഷനടക്കമുള്ളവരെ CPMന്റെ പോലീസ് ആക്രമിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് BJP ഇന്ന് കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഉണ്ടാകാൻ പോകുന്ന വളർച്ച മുന്നിൽ കണ്ട വിറളി പൂണ്ടാണ് CPMഉം കോൺഗ്രസും BJPക്കെതിരെ കുപ്രചാരണം നടത്തുന്നതെന്ന് പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചവർ ആരോപിച്ചു. BJP അടിമാലി മണ്ഡലം പ്രസിഡന്റ് അനീഷ് NS, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി സോജൻ ജോസഫ്, ST മോർച്ച സംസ്ഥാന സെക്രട്ടറി ദീപ പ്രശാന്ത്, മണ്ഡലം സെക്രട്ടറി ജയേഷ് ചാരക്കാട്ട്, വൈസ് പ്രസിഡന്റ് മഹേഷ് വാളറ, CV ബാബു, CN മധുസൂദനൻ, ഡോക്ടർ ജോയി കോയിക്കക്കുടി, PG ഗിരീഷ്, സുരേഷ് അമ്പാടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, അടിമാലി.
സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ CPIM കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജപ്പൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഏലപ്പാറ മണ്ഡലം ജനറൽ സെക്രട്ടറി AP ബിനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് NT വിജയൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി E ബൈജു, വൈസ് പ്രസിഡന്റുമാരായ ജെയ്മോൻ തോമസ്, E ബാബു, സെക്രട്ടറി ML രാജൻ, വാർഡ് മെമ്പർ ജെയിംസ് തെക്കേക്കൊമ്പേൽ, സുരേഷ് KS എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാർ വനിതാ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ICDS ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മുണ്ടിയരുമ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K വനജ ഉദ്ഘാടനം ചെയ്തു. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഗർഭിണികൾക്കും അമ്മമാരുമാണ് പരിപാടിയുടെ ഭാഗമായത്. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തേഡ് ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരായ സൂര്യറാണി, നിതിൻ, പാർവതി, ഐശ്വര്യ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. കുട്ടികളുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണമാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് നെടുങ്കണ്ടം ICDS ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ TR ഇന്ദുലേഖ പറഞ്ഞു. മുലയൂട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗമാണ്. അതായത് ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ തന്നെ അമ്മയ്ക്ക് മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ക്ലാസുകൾ കൊടുക്കുന്നു. കുട്ടികളുടെ സമഗ്രമായ വികസനമാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നിരവധി അമ്മമാരും ഗർഭിണികളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ICDS സൂപ്പർവൈസർമാരായ ത്രേസ്യാമ്മ ചാക്കോ, MK ബിന്ദു, ഗീതാകുമാരി, നിഷ ജോൺ, ഗോപിക കൃഷ്ണൻ, വിൻസീസ് കറിയ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഇടുക്കി ജില്ലാ സിവിൽ സർവീസ് കായികമേള നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. ഉടുമ്പൻചോലയിലും തൊടുപുഴയിലുമായി നടക്കുന്ന മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടത്ത് M മണി MLA നിർവഹിച്ചു. 200-ലധികം സിവിൽ സർവീസ് താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. 2 ദിവസമായി നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയം, മുണ്ടിയേരുമ കല്ലാർ ഗവൺമെന്റ് സ്കൂള്, തൊടുപുഴ ന്യൂമാൻ കോളേജ്, വണ്ടമറ്റം അക്വാറ്റിക് സെന്റർ, തൊടുപുഴ ഫോർകോട്ട് ഷട്ടിൽ ഇൻഡോർ സ്റ്റേഡിയം, മൂലമറ്റം HRC എന്നിവിടങ്ങളിൽ വെച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. 6 മാസത്തിലേറെ സർവീസ് ഉള്ളവരും സ്ഥിര നിയമനം ലഭിച്ചിട്ടുള്ളവരുമായ ജില്ലയിലെ സർക്കാർ ജീവനക്കാരാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇന്ന് അത്ലറ്റിക്, ഫുട്ബോൾ, കബഡി, ഖോഖോ, ഹോക്കി, യോഗ തുടങ്ങിയ ഇനങ്ങളിലെ മത്സരങ്ങളാണ് നടന്നത്. രാവിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഉടുമ്പൻചോല MLA M മണി ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, നല്ല ഫലപ്രദമായ ഒരു മത്സരം ഇവിടെ കാഴ്ചവെക്കാനും അതിൽ നിന്നും നല്ല മികവുറ്റ കായിക താരങ്ങളെ കണ്ടെത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു. സ്പോർട്സ് കൗൺസിൽ അംഗം TM ജോൺ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ, റൈസൻ P ജോസഫ്, ഷാജിമോൻ PA തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാനതല മത്സരങ്ങൾക്കുള്ള ജില്ലാ ടീമിനെയും ഈ സെലക്ഷൻ ട്രയൽസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറ്റി വിഷൻ ബ്രേക്കിംഗ്. ചിന്നക്കനാലിൽ നിർധനരായ തൊഴിലാളികൾക്കുള്ള ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീടുകളുടെ നിർമ്മാണം നിലച്ചു. റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന തീരുമാനമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം. പീരുമേട് ഹെലിബറിയ തേയിലത്തോട്ടം അടച്ചുപൂട്ടിയ ഉടമയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ. തോട്ടം ഉടമകളുടെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും നേതാക്കൾ. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും ചന്ദനമരം മുറിച്ചു കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ, ഒരാൾ രക്ഷപ്പെട്ടു. അമരാവതി ഡാമിൽ ചാടിയ പ്രതിയെ പിടികൂടിയത് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ. സേനാപതി സ്വർഗംമേട്ടിലെ കയ്യേറ്റ പരാതിയിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പ്. മന്ത്രിക്ക് പരിസ്ഥിതി പ്രവർത്തകനായ K ഗുൽബേന്ദ്രൻ നൽകിയ പരാതിയിലാണ് മന്ത്രിയുടെ ഇടപെടൽ. അന്വേഷണം അട്ടിമറിക്കാൻ നീക്കമെന്നും ആരോപണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.